എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസുണ്ട്. ഹണ്ട്, പുണ്യാളൻ, ഒരു ജാതി ജാതകം, ബിഗ് ബാൻ, പ്രാവൻകൂട് ഷാപ്പ് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് രാമം രാഘവം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. സമുദ്രകണിയാണ് സിനിമയിലെ നായിക. ഇപ്പോഴിതാ ഈ സിനിമയിൽ നിന്ന് സൺനെസ്റ്റിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് എമർജൻസി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ASRTV ലഭിച്ച സിനിമയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഇപ്പോഴിതാ എമർജൻസി എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. അനു മോഹൻ, വിനയ് ഫോർട്ടാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഡ്രാമ ത്രില്ലർ സിനിമയാണ് ബിഗ് ബാൻ. ഇപ്പോഴിതാ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. സൺനെസ്റ്റ് ബിഗ് ബാൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. റിലീസ് ചെയ്ത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. മാർച്ച് 28-ന് സൺനെസ്റ്റിൽ ബിഗ് ബാൻ സിനിമ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വനവാസം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് വനവാസം. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഈ സിനിമയിൽ നിന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബാഡ് ബോയ്സ് സ്വന്തമാക്കിയത്. ഒരു ഫാമിലി കോമഡി മൂവിയാണ് ബാഡ് ബോയ്സ്. ബിബിൻ ജോർജ്, ധ്യാൻ, സെന്തിൽ, റഹ്മാൻ തുടങ്ങി ഒരു നീണ്ട താരനിര എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒമർ ലലി സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആഴ്ചയാണ് ബാഡ് ബോയ്സിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ആസാദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ആസാദ്. ഇതൊരു ലവ് സ്റ്റോറിയാണ്. ഈ സിനിമയിൽ നിന്ന് നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ആയിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബി ഹാപ്പി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. അഭിഷേക് ബച്ചനാണ് സിനിമയിലെ നായകൻ. സിനിമയ്ക്ക് നല്ല അഭിപ്രായം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ബി ഹാപ്പി എന്ന സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുകയാണ്. മലയാളം വെർഷനും ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് പ്രാവൻകൂട് ഷാപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് പ്രാവൻകൂട് ഷാപ്പിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ബേസിൽ, ചെമ്പൻ വിനോദ്, സൗബിൻ ഷാഹിർ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു കോമഡി ത്രില്ലർ സിനിമയാണ് പ്രാവൻകൂട് ഷാപ്പ്. സോണി ലീവാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. റിലീസ് ചെയ്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏപ്രിൽ 11-ന് സോണി ലീവിലാണ് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കാതൽ 80 പോതുമേ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ലിജോ മോളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ സിനിമയിൽ നിന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഒരുമ്പട്ടവൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ജാഫർ ഇടുക്കി, ഇന്ദ്രൻസാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പൈങ്കിളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് പൈങ്കിളി സ്വന്തമാക്കിയത്. ഒരു കോമഡി റൊമാൻറ്റിക്കൽ മൂവിയാണ് പൈങ്കിളി. സജിൻ, ഗോപു, അനശ്വര ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ പൈങ്കിളി സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് പൈങ്കിളി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മാർച്ച് മാസത്തിൽ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. സർപ്രൈസ് ആയിട്ടായിരിക്കും പൈങ്കിളി വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹത്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ഈ സിനിമയിൽ നിന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളം വെർഷനും ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമ നേടിയിരിക്കുന്നത്. ബാലു വർഗീസ്, അർജുൻ അശോകൻ, അനശ്വര രാജൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ പുണ്യാളൻ സിനിമയുടെ OTT ആമസോൺ പ്രൈം സ്വന്തമാക്കിയിരിക്കുകയാണ്. പുണ്യാളൻ ഒരു കോമഡി ത്രില്ലർ സിനിമയാണ്. മാർച്ച് മാസം 28-ന് ആമസോൺ പ്രൈമിൽ പുണ്യാളൻ സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് ഹണ്ട് സിനിമയ്ക്ക് വേണ്ടിയാണ്. തിയേറ്ററുകളിൽ പ്രേക്ഷകർ 2 കൈ നീട്ടിയാണ് ഹണ്ടിനെ സ്വീകരിച്ചത്. പക്ഷേ OTT മാത്രം റിലീസാവുന്നില്ല. അതുകൊണ്ട് ആരാധകർ നിരാശയിലായിരുന്നു. ഇപ്പോഴിതാ ഭാവന അഭിനയിച്ച ഹണ്ട് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഹണ്ട് ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ്. ഈ സിനിമ ഈ മാസം മാർച്ച് 28-ന് ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അവസാനത്തെ അപ്ഡേറ്റ് ഒരു ജാതി ജാതകം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിനീത് ശ്രീനിവാസനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു കോമഡി മൂവിയാണ് ഒരു ജാതി ജാതകം. തിയേറ്ററുകളിൽ നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നിഖില വിമൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT എത്തിയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ ആമസോൺ പ്രൈമും. കഴിഞ്ഞ ദിവസമായിരുന്നു
സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമ പോസ്റ്റ്പോൺ ആയി. പുതിയ ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ വീക്കിൽ സർപ്രൈസ് ആയിട്ട് ഒരു ജാതി ജാതകം എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.